കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങൾ മാറി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കസ്റ്റമറെ കൂടെ നിൽക്കാൻ പറ്റും. ഞങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെയും സേവനത്തിൻ്റെയും കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ് ഞാൻ. ഒരു കമ്പനി എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കമ്പനിയൊക്കെ തുടങ്ങിയാൽ ഉണ്ടായ കാശ് തീരുമ്പോൾ വീണ്ടും പോകേണ്ടി വന്നേക്കാം. അപ്പോൾ അതൊരു വലിയ ചലഞ്ചായിരുന്നു. നമ്മൾ വലിയ തയ്യാറെടുപ്പ് നടത്തി വലിയ പ്രതീക്ഷയോടുകൂടി ചെയ്തിട്ട് അത് ഫ്ലോപ്പായിട്ട്, പക്ഷേ അത് അതിജീവിക്കാൻ പറ്റി. ഉള്ളതുകൊണ്ട് ജീവിക്കാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി രാജിവെക്കുകയായിരുന്നു. അതൊരു വളരെ ടഫ് ഡിസിഷനായിരുന്നു. പക്ഷെ എന്തായാലും ആ തീരുമാനം റിസ്ക് ഉള്ളതായിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് സക്സസ് ആയി. ഷോറൂം തുറക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞയൊക്കെ ഉണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ ആദ്യമേ തന്നെ ഉൾക്കൊണ്ട് അത് കസ്റ്റമറിലേക്ക് എത്തിക്കുക, ഇതായിരുന്നു ഞങ്ങളുടെ ഒരു മോട്ടോ. എൻ്റെ ലക്ഷ്യം അന്നും ഇന്നും എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കാമെന്നോ വലിയ ബിസിനസ് ആകണമെന്നല്ല. അതെല്ലാം ഇതിൻ്റെ പുറകെ വരണം. ബിസിനസ്സും ഗുഡ്വില്ലും എല്ലാം പുറകെ നമ്മൾ ഡീൽ ചെയ്യുന്നിടത്ത് സംതൃപ്തരായ ഒരു സമൂഹത്തെ, ഒരു ഫ്രണ്ട്ഷിപ്പിനും നെറ്റ്വർക്കിനും ബിൽഡപ്പ് ചെയ്താൽ അതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. നമ്മുടെ വീടുകളിലെല്ലാം വിശ്വസ്തമായ പേരാണ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്. ഇന്ന് ഈ കാണുന്ന രീതിയിൽ വലിയൊരു ബ്രാൻഡായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് വളർന്നു വന്നതിന് പിന്നിലുമുണ്ട് ഒരു വലിയ കഥ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ അമരക്കാരനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയാണ്. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. നമുക്ക് പോയി നോക്കാം. പീറ്ററേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചേച്ചി നമസ്കാരം. നമുക്ക് അങ്ങോട്ടിരുന്ന് പറയാം. തീർച്ചയായും. പീറ്ററേട്ടാ, പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലെ എല്ലാ വീടുകളിലും തന്നെ വിശ്വസ്തതയുള്ള ഒരു പേരായി മാറിക്കഴിഞ്ഞു. എന്തായിരുന്നു പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ തുടക്കമൊക്കെ? എങ്ങനെയായിരുന്നു? പിട്ടാപ്പള്ളി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. ഞങ്ങൾ മധ്യകേരളത്തിലെ ഒരു പുരാതന ക്രിസ്തീയ ഫാമിലിയാണ്. ഇപ്പം മധ്യകേരളം എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൽ എല്ലായിടത്തും വിദേശത്തും എല്ലാ നാടുകളിലും തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട്. വലിയൊരു കൂട്ടുകുടുംബമാതിരി ഒരു ബ്രാഞ്ചസ് ഉള്ള ഏതാണ്ട് 14 ബ്രാഞ്ചുകളുള്ള ഒരു വലിയ കുടുംബമാണ്. ഇതിൽ ഒരു ബ്രാഞ്ചാണ് ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ പ്രദേശം, പെരുമ്പാവൂർ കുറുമ്പടി ഏരിയയിലുള്ളത്. ഞാൻ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അറാംകോ എന്ന് പറഞ്ഞൊരു ഓയിൽ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഒരു 10 വർഷത്തോളം വിദേശത്ത് വർക്ക് ചെയ്തു. തിരുവനന്തപുരത്ത് ടൈറ്റാനിയത്തിലൊരു 4 വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്തു. അറാംകോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ പോരാനൊരു തീരുമാനം എടുത്തത്. എൻ്റെ ഫാദറും മദറൊക്കെ താമസിച്ചിരുന്ന വീടായത്. അപ്പോൾ അവർ നിർബന്ധിച്ചു, നിങ്ങൾക്ക് അത്യാവശ്യം പൈസയൊക്കെ അതിൽ നാട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടെ ജീവിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വൈഫിനെ കൺവിൻസ്, ഞങ്ങൾ അവിടെയായിരുന്നു, 3 കുട്ടികളായി. അപ്പോൾ വൈഫിനെ കൺവിൻസ് ചെയ്തു, നമുക്ക് അത്യാവശ്യം അസറ്റൊക്കെ ഉണ്ട്, കുറച്ച് റബ്ബറും തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ചു, ഉള്ളതുകൊണ്ട് ജീവിക്കാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി രാജിവെക്കുകയായിരുന്നു. അതൊരു വളരെ ടഫ് ഡിസിഷനായിരുന്നു. പക്ഷേ അത് രാജിവെച്ചു. നല്ലൊരു പോസ്റ്റായിരുന്നു. ഞാൻ അറാംകോയിൽ സീനിയർ എഞ്ചിനീയർ, ടെക്നിക്കൽ അഡ്വൈസർ എന്ന പോസ്റ്റിലിരിക്കുമ്പോഴാണ് ജോലി രാജിവെക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും തുടങ്ങണം, ഒരു കമ്പനി എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കമ്പനിയൊക്കെ തുടങ്ങിയാൽ ഉണ്ടായ കാശ് തീരുമ്പോൾ വീണ്ടും പോകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ചെറിയൊരു ട്രേഡിംഗ് ആയാൽ സ്വയം എൻഗേജ് ചെയ്യിക്കുകയായി കുട്ടികളുടെ കൂടെ ഇതാ മതി. അങ്ങനെയാണ് ഞാൻ പിട്ടാപ്പള്ളി ഏജൻസീസ് എന്നുള്ളൊരു പേരിൽ ഒരു ഇലക്ട്രോണിക് ഹോം അപ്ലയൻസ് സ്ഥാപനം തുടങ്ങാൻ കാരണം. അത് പെരുമ്പാവൂർ ഞങ്ങളുടെ തന്നെ സ്വന്തം ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിനകത്താണ് ആരംഭിക്കുന്നത്. ചേച്ചിയെ കൺവിൻസ് ചെയ്യാൻ ഒത്തിരി പാടുപെട്ടായിരുന്നോ? കുറച്ച് പാടുപെട്ടു. ഞാനല്ല, അവിടെ ഉള്ള എൻ്റെ സുഹൃത്തുക്കളെല്ലാം ചേച്ചിയെ പറയുമായിരുന്നു, ഇത് ആ തീരുമാനം എടുക്കുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം. ഇത്രയും നല്ല സുഖമുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നാട്ടിലേക്ക് പോയി ഒരു കഷ്ടപ്പെടുന്ന കാര്യമുണ്ടോ? അല്ല, അവിടെ അരാംകോയിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു. അരാംകോയിൽ സീനിയർ പോസ്റ്റ് ആയതുകൊണ്ട് കുട്ടികളെ ലോകത്ത് എവിടെ വേണമെങ്കിലും വിട്ട് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല ശമ്പളം, നല്ല പെർക്സ്, സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളഞ്ഞിട്ട് പോരാൻ എന്തിനാണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഫാമിലി ഫ്രണ്ട്സ് കുറച്ച് പേരെ ഉണ്ടായുള്ളൂ. അവരെ ഒത്തിരി നിരുത്സാഹപ്പെടുത്തി. എൻ്റെ ബോസും ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ നിങ്ങൾ ചെയ്യുന്ന മഹാമണ്ഡലത്തിലാണെന്ന് പറഞ്ഞു. ഈ തീരുമാനത്തിന് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും. കാരണം ഇന്ത്യക്കാർ പലരും കുറച്ച് കാശായിക്കൂടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് എല്ലാം നശിപ്പിച്ച് വീണ്ടും ജോലി അന്വേഷിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു ഓഫർ വന്നു. ഞാൻ ദൈവം എനിക്ക് നല്ല മാർക്കായതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടായാൽ വിളിക്കാൻ മടിക്കണ്ട, ഈ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചേരാമെങ്കിൽ ഞങ്ങൾ തരപ്പെടുത്താവും നോക്കാമെന്നൊക്കെ പറഞ്ഞ് സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ തന്നെ അന്വേഷിച്ചു. എങ്ങനെ കിട്ടി ഇങ്ങനെ ഒരു ധൈര്യം? നല്ലൊരു വെൽ സെറ്റിൽഡ് ആയെടുത്ത് നിന്ന് ഒരു സംരംഭത്തിലേക്ക് വരാനൊരു ധൈര്യം എങ്ങനെ കിട്ടി?
അത് എനിക്ക് തോന്നുന്ന ഒരു ദൈവത്തിൻ്റെ കോളായിരിക്കും. കാരണം ഫാദർ മദർ എന്നെ റിക്വസ്റ്റ് ചെയ്തു വരാൻ പറഞ്ഞ്. എൻ്റെ കൊച്ചുകുട്ടികളായിരുന്നു അന്നൊക്കെ, മൂത്ത കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്ക് നാട്ടിൽ വരുമ്പോൾ ഭയങ്കര അവേർഷനായിരുന്നു. ഇവിടുത്തെ മണ്ണി ചവിട്ടില്ല, അവിടെ എല്ലാം കാർപ്പറ്റ് വീട് സൗകര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോൾ പിള്ളേർ ആരുമായിട്ട് മിക്സ് ചെയ്യണില്ല. അപ്പോൾ നമ്മളുടെ ഒരു നാടൻ രീതി വെച്ചിട്ട് മക്കൾ കാരണന്മാരുടെ കൂടെയും സഹോദരനോടെയൊക്കെ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നത് കാണാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് ഇങ്ങനെ പൈസ ഉണ്ടാക്കി ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ജീവിക്കാനല്ലേ പൈസ ആവശ്യമുള്ളൂ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന അർത്ഥമില്ല, ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കണം. അത് ആവശ്യത്തിനായി തോന്നിയപ്പോൾ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അവൾ സമ്മതിച്ചു. സത്യം പറഞ്ഞ കാര്യമാണ്. ഹൗസ് വൈഫ് ആണെങ്കിലും ഒരു കുടുംബസമാധാനത്തിന് കുടുംബജീവിതത്തിന് എപ്പോഴും ഭാര്യയുടെ കൂടെ തൃപ്തി വേണമല്ലോ. അങ്ങനെ സമ്മതിച്ച് ഞങ്ങൾ രാജിവെച്ച് പോന്നു. വളരെ നല്ല രീതിയിൽ റിസൈൻ ചെയ്ത് പോന്നു. ഇവിടെ വന്ന് അത്യാവശ്യം ബാങ്കിലും പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോഴത്തേനും ബാങ്കിലുണ്ടായിരുന്ന എൻ്റെ ഒരു തുച്ഛമായ പൈസ എടുത്തിട്ടാണ് തുടങ്ങുന്നത്. ബാക്കിയുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അന്നത്തെ കാലത്തൊക്കെ ഈ NRI ഡെപ്പോസിറ്റുകൾക്ക് ഇൻകം ടാക്സിന് എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ NRI ഡെപ്പോസിറ്റ് എടുത്തൊക്കെ അനക്കാതെ ചെറിയൊരു എമൗണ്ട് എടുത്തിട്ടാണ് പെരുമ്പാവൂർ ഒരു 1000 സ്ക്വയർ ഫീറ്റ് പോലും 500 സ്ക്വയർ ഫീറ്റുള്ള ഷോറൂമിൽ ബിസിനസ് തുടങ്ങി. 3 സ്റ്റാഫും ഞാനും കൂടിയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇലക്ട്രോണിക്സ് ഫീൽഡ് ആയതുകൊണ്ട് സ്റ്റാഫുകൾക്കൊന്നും വലിയ പിടിപാടുണ്ടായില്ല. TV ഒക്കെ ആയി വരുന്നേ ഉണ്ടായുള്ളൂ. TV, ഇലക്ട്രോണിക്സ്, മൈക്രോവേവ്, അങ്ങനെ പല സാധനങ്ങൾ. അപ്പോൾ ഞാൻ വിദേശത്തായിരുന്നുകൊണ്ട് കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ബിൽഡിങ്ങും എല്ലാ തരത്തിലും സെയിൽസിലൊക്കെ ഇൻവോൾവ് ചെയ്താണ് ഇതിൽ വളർത്തിയത്. പക്ഷെ എന്തായാലും ആ തീരുമാനം റിസ്ക് ഉള്ളതായിരുന്നു. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് സക്സസ് ആയി. ഇന്ന് 80-ലധികം ബ്രാഞ്ചുകളുണ്ട് നമുക്ക് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിനുണ്ട്. അപ്പൊ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു സമയം എപ്പോഴായിരുന്നു? ബിസിനസ്സിൽ ധാരാളം വെല്ലുവിളികൾ എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. ഓരോ പ്രാവശ്യം എക്സ്പാൻഡ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് 2018 ഫ്ലഡാണ്. അത് ഒരു വലിയ, കാരണം ഓണത്തിന് ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പും നടത്തി കംപ്ലീറ്റ് സ്റ്റോക്ക് ഫില്ല് ചെയ്ത് ഓണത്തിന് ഒരാഴ്ച 8 ദിവസം 9 ദിവസം മുമ്പാണ് അന്ന് ഫ്ലഡ് വരുന്നത്. ഫ്ലഡ് വന്നിട്ട് മധ്യകേരളം മുഴുവൻ തന്നെ വെള്ളത്തിലായി. ഞങ്ങളുടെ കുറേ ഗോഡൗണുകളൊക്കെ വെള്ളത്തിലായി. അതുകൊണ്ട് 4 കോടി രൂപയുടെ സ്റ്റോക്ക് ഞങ്ങൾക്ക് ഡാമേജായി. ഇൻഷുറൻസിനൊക്കെ പോകേണ്ടി വന്നു. 8-10 ദിവസം കടകൾ പ്രവർത്തിച്ചില്ല. ഓണത്തിൻ്റെ പീക്ക് ഡേയ്സിൽ കടകൾ പ്രവർത്തിച്ചു. അപ്പോൾ അതൊരു വലിയ ചലഞ്ചായിരുന്നു. നമ്മൾ വലിയ തയ്യാറെടുപ്പ് നടത്തി വലിയ പ്രതീക്ഷയോടുകൂടി ചെയ്തിട്ട് അത് ഫ്ലോപ്പായിട്ട്. പക്ഷേ അത് അതിജീവിക്കാൻ പറ്റി. രണ്ടാമത് വന്നത് കൊറോണ. പക്ഷേ കേരളത്തിന് മാത്രമല്ല, ഓൾ ഇന്ത്യ എല്ലാവർക്കും വന്നതാണ്. 2020-ലെയും 2021-ലെയും കൊറോണയിൽ ഏതാണ്ട് 60 ദിവസത്തോളം കടകൾ അടച്ചിട്ടു. ഇത്രയും വലിയ നെറ്റ്വർക്ക് ആകുമ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതനുസരിച്ച് കൂടുമല്ലോ, ശമ്പളവും വാടകയും അതിൻ്റെ ചിലവുകളൊക്കെ. അത് മീറ്റ് ചെയ്യാനും അത് രണ്ടും വലിയ ചലഞ്ചസ് ആയിരുന്നു. അത് രണ്ടും കഴിച്ചു. അതുകൂടാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ബിസിനസ്സിലല്ലേ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു വലിയ ചലഞ്ചൊന്നും ഫീൽ ചെയ്തില്ല. ഇത് കഴിഞ്ഞപ്പോൾ അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ സക്സസ് ആയതിൻ്റെ അല്ലെങ്കിൽ അത് അതിജീവിച്ചതിൻ്റെ സംതൃപ്തിയാണ് ഒരു പരിധിയിലെടുക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഓർക്കുമ്പോൾ പോലും 2018 ഫ്ലഡൊക്കെ കൂളായിട്ട് പോലും ഇപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്താലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊരു കോൺഫിഡൻസ് ആണ് ആ ചലഞ്ചിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഇപ്പം നമ്മുടെ കടകളൊക്കെ പ്രവർത്തിച്ച് തുടങ്ങിയെങ്കിലും പഴയപടി ആവാൻ ഒരുപാട് സമയം എടുത്തില്ലേ? തീർച്ചയായിട്ടും 2 വർഷത്തോളം എടുത്തു പഴയപടി ആവാൻ. 2020-ലാണ് ആദ്യം വന്നത്. 2021-ലും കൊറോണ നല്ല അറ്റാക്കും. 2022-ൽ ചെറിയൊരു റിക്കവറി നടത്തി. 2023 ആയപ്പോഴാണ് ബാക്ക് ടു കൊറോണ സ്റ്റേജിലേക്ക് ഏകദേശം എത്തിയത്. പക്ഷേ കൊറോണ കഴിഞ്ഞപ്പോഴേക്കും ബിസിനസ്സിൻ്റെ സ്റ്റൈലിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ആളുകൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. ഗാഡ്ജറ്റ്സിൻ്റെ സ്റ്റൈൽ മാറി. TV അല്ലെങ്കിൽ ഗൃഹോപകരണത്തെക്കാൾ കൂടുതൽ മൊബൈലിനൊക്കെ ആളുകൾ താല്പര്യം കാണിക്കാൻ തുടങ്ങി. ഒരു വലിയ ചേഞ്ചായിരുന്നു ഞങ്ങൾക്ക്. കൊറോണ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തലമുറയിൽ അനുഭവിച്ച് പഠിക്കാൻ കിട്ടിയ ഏറ്റവും വലിയൊരു ചലഞ്ചാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ചലഞ്ചസിൽ കൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് പഠിക്കാൻ കിട്ടിയ ഒരു സന്ദർഭമാണ് കൊറോണ. ഇതുപോലെയുള്ള വലിയ കലാമിറ്റിയോ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നാലും തലമുറകൾ അതിജീവിക്കുകയും പുതിയ അവസരങ്ങൾ തേടിപ്പോവുകയും അതനുസരിച്ച് വളരുകയും ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു പഠനം തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിലേറ്റവും ആവശ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയാണ്. എങ്ങനെയാണ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റാൻ സാധിച്ചത്? ഞങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെയും സേവനത്തിൻ്റെയും കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ് ഞാൻ. നല്ല ഉൽപ്പന്നങ്ങൾ മാത്രമേ കൊടുക്കാവുള്ളൂ. അതിൻ്റെ സേവനം കൃത്യമായി കൊടുക്കണം. ഇനി എത്ര നല്ല ഉൽപ്പന്നം ഉണ്ടായാലും ഇലക്ട്രോണിക് ഗുഡ്സ് ഡാമേജസ് ഒക്കെ വരാം. കസ്റ്റമറുടെ പോയിന്റിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് പരമാവധി സൊല്യൂഷൻ കൊടുക്കും. അതാണ് ഞങ്ങളുടെ ടീമിനോടും പഠിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു TV ഉള്ളൂ, കുട്ടികളൊക്കെ വലിയ ആഗ്രഹിച്ച് TV വാങ്ങിച്ചു കൊണ്ടുപോയിട്ട്
അത് പെട്ടെന്ന് കേടായാൽ എത്രയും പെട്ടെന്ന് സർവീസ് കൊടുക്കുക, വേണ്ടി വന്നാൽ സ്റ്റാൻഡ് ബൈ യൂണിറ്റ് വെച്ച് കൊടുക്കും, മാറ്റി കൊടുക്കേണ്ടത് മാറ്റി കൊടുക്കും. അപ്പോൾ കസ്റ്റമറുടെ ആംഗിളിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. രോഗിയായ ഒരാൾ വീട്ടിലുള്ള അടുത്തൊരു ഫ്രിഡ്ജിന് കേട് വന്നാൽ അവർ പറയാം വീട്ടിലൊരാൾ രോഗിയുണ്ടോ, മെഡിസിനൊക്കെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡ് ബൈ ഫ്രിഡ്ജെങ്കിലും കൊടുക്കാൻ നോക്കും. ഇല്ലെങ്കിൽ സാർ അപ്പോൾ സർവീസിനൊരു കൂടുതൽ മുൻതൂക്കം കൊടുത്ത് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അല്പം പെയിൻ കൂടുതലെടുക്കും. കാരണം വിറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. ഈ കസ്റ്റമർ തന്നെയാണ് കൂടുതൽ കസ്റ്റമറെ റെഫർ ചെയ്യുകയും കൊണ്ടുവരികയും ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ള കസ്റ്റമറുടെ സംതൃപ്തി, സ്ഥാപനത്തിന് ഗുഡ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ ലാഭം എന്ന് കാണുക. കാരണം പൈസ ഉണ്ടാക്കാനാണെങ്കിൽ പലരും പറയും നിനക്ക് അവിടെ നിന്നാൽ പോരായിരുന്നു, എനിക്ക് പൈസ ഉണ്ടാക്കാൻ നമുക്ക് വുഡ് ഹാവ് ബീൻ ദ ബെസ്റ്റ്. ഇപ്പോഴല്ല, അന്നൊക്കെ നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്നിടത്ത് കളഞ്ഞിട്ട് ഇവിടെ വന്ന് അതിൻ്റെ ഒരു 10-1 ഇൻകം പോലും ഇല്ലാതെ കുറേ കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് രാജിവെച്ചിട്ട് വന്നതിൻ്റെ ഒരു ദുഃഖം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ജോലി ചെയ്തതിൻ്റെ ഒരു സന്തോഷവും പിന്നെ വീട്ടുകാരുടെ കൂടെ നിൽക്കുന്നതിൻ്റെ ആ കുട്ടികളൊക്കെ നല്ലോണം പഠിച്ചു വന്നു ഇവിടെ വന്നതിന് ശേഷം, കാരണന്മാരുടെ കൂടെ ആണെങ്കിലും. അപ്പോൾ അതൊക്കെ ഒരു വലിയ സംതൃപ്തിയാണ്. അവിടെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾ ഈ നിലയിൽ എത്തില്ലായിരുന്നു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. തീർച്ചയായും. ഇപ്പൊ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഈ ബിസിനസ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് പിട്ടാപ്പള്ളിയിലെ ഏജൻസി സ്വീകരിച്ച് ഇപ്പോഴും ജനങ്ങളിലേക്ക് ആ ഒരു വിശ്വാസ്യത കൊടുക്കാൻ പറ്റുന്നത്? അത് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 35 വർഷം കഴിഞ്ഞു, 36ാമത്തെ വർഷമാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന അതേ ഉൽപ്പന്നം ഒന്നും തന്നെ ഇല്ല. ടെക്നോളജിയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു, ഉൽപ്പന്നങ്ങളുടെ സ്റ്റൈലിൽ മാറ്റം വന്നു, കസ്റ്റമർ ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ ആദ്യമേ തന്നെ ഉൾക്കൊണ്ട് അത് കസ്റ്റമറിലേക്ക് എത്തിക്കുക, ഇതായിരുന്നു ഞങ്ങളുടെ ഒരു മോട്ടോ. ഏതെങ്കിലും ബ്രാൻഡുകളുടെ ഉൽപ്പന്നം പുതിയത് വന്നാൽ അത് ഒരു പീസെങ്കിലും ഞങ്ങളുടെ ഷോപ്പിൽ ആദ്യം എത്തുമായിരുന്നു. LG, സോണി, സാംസങ് ഇത്തരം ബ്രാൻഡുകളൊക്കെ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യത്തെ പർച്ചേസിൽ ഞങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഒരു ടി വി എങ്കിലും പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ അത് പിട്ടാപ്പിളുണ്ടാവും. ഒരു പുതിയ ഉൽപ്പന്നം വന്നാൽ അത് പിട്ടാപ്പിളുണ്ടാവും. അത് ഇരുന്നാൽ വിറ്റ് പോകുന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ ചോയ്സാണ്. പക്ഷേ പുതിയ ഉൽപ്പന്നം വരുന്നു, പുതിയ ടെക്നോളജി വരുന്നു, അത് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ ആദ്യം മുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങൾ മാറി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കസ്റ്റമറെ കൂടെ നിൽക്കാൻ പറ്റുക. തീർച്ചയായും. അപ്പോൾ അതിനുള്ള മുൻകരുതലുകൾ എടുക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്തു. ഞാനും ഞങ്ങളുടെ ടീം അംഗങ്ങളെ ബിൽഡപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. എൻ്റെ കൂടെയുള്ള ആദ്യത്തെ സ്റ്റാഫ് 3 പേര് തുടങ്ങിയ ഒരാൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതിനുശേഷം ജോയിൻ ചെയ്ത് എല്ലാവരും തന്നെ ഭൂരിഭാഗം പേരുണ്ട്. 25 വർഷവും 30 വർഷം. അപ്പോൾ ആ ടീമിന് ഞാൻ എൻ്റെ സഹോദരങ്ങളെപ്പോലെയോ എൻ്റെ അനിയന്മാരെ പോലെ കണ്ട് അവരെ കൂടെ നിർത്തി മെൻറ്റർ ചെയ്താണ് സ്ഥാപനം ബിൽഡപ്പ് ചെയ്തത്. അത് ഞാൻ എവിടെയോ ആർട്ടിക്കിളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുടുംബത്തെ പോലെ തന്നെയാണ് സ്റ്റാഫുകളെയും സാറ് നോക്കി കാണുന്നതെന്ന് വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്റ്റാഫുകളെ പിടിച്ചു നിർത്താൻ, എന്താണ് ആ രഹസ്യം? തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളു തുറക്കുക എന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി ഉള്ളിലൊന്നും പുറത്തൊന്നും ഇല്ല. എൻ്റെ മനസ്സിലെന്ത് തോന്നുന്നു അതവർ പറയും. ദേഷ്യപ്പെടാറേ ഇല്ല. എനിക്ക് ആ ഒരു കൾച്ചർ എനിക്കില്ല. ഒരാളെ പോലും ഞാൻ ചീത്ത പറയുകയോ വഴക്കുറയോ ഒന്നും ചെയ്തിട്ടില്ല, കുട്ടികളെ പോലും. അപ്പോൾ അത് നമ്മുടെ DNA ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ സഹോദരനെ പോലെ കാണാം. ഉപദേശിക്കും, പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും, സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യും. ചെറിയ പ്രോബ്ലംസൊക്കെ നമ്മൾ കോംപ്രമൈസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം അവരുടെയും കൂടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ കുറവുകളെ സ്വീകരിക്കാൻ പറ്റും. ആ കുറവുകളിൽ നിന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. എൻ്റെ ലക്ഷ്യം അന്നും ഇന്നും എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കാമെന്നോ വലിയ ബിസിനസ് ആകണമെന്നൊന്നുമല്ല. അതെല്ലാം ഇതിൻ്റെ പുറകെ വരണം. ബിസിനസ് ഗുഡ് വിൽ എല്ലാം പുറകെ നമ്മൾ ഡീൽ ചെയ്യുന്നിടത്ത് സംതൃപ്തരായ ഒരു സമൂഹത്തെ, ഒരു ഫ്രണ്ട്ഷിപ്പിന്, നെറ്റ്വർക്കിനെ ബിൽഡപ്പ് ചെയ്താൽ അതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഇപ്പോഴും ഉണ്ടെന്ന് സാറ് പറഞ്ഞു. ആളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് എങ്ങനെയാണ് ആള് ഈ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിനെ ഒക്കെ നോക്കി കാണുന്നതും എങ്ങനെയാണ് ആളുമായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ? വളരെ സൗഹൃദം. എൻ്റെ അനിയനാണെന്നാണ് ഒത്തിരി പേര് വിചാരിക്കുന്നത്. കസ്റ്റമേഴ്സ് വിചാരിക്കുന്നത് അവരെ സാറിൻ്റെ അനിയനാണെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. കാരണം അതുപോലെ ആയിരുന്നു അന്ന് വർക്ക് ചെയ്ത്. എന്നെ പഠിപ്പിച്ച ഒരു മാഷിൻ്റെ മകനാണ്. അപ്പോൾ അവൻ ജസ്റ്റ് സ്കൂൾ കഴിഞ്ഞപ്പോൾ തന്നെ മാഷ് പറഞ്ഞിടാ അതിൻ്റെ കൂടെ ഞാൻ വിടുകയാണ്, അവൻ മോശമായി പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് എന്താണെന്ന് ചെയ്താൽ മതി, പഠിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അന്ന് അതൊക്കെ കുട്ടികളെ പറഞ്ഞാണ്. അവൻ പഠിക്കാൻ അല്പം പുറകിലായിരുന്നുകൊണ്ടായിരിക്കണം മാഷ് തന്നെ ഇപ്പോൾ കൂടുതൽ സ്റ്റഡീസൊന്നും അവനോടില്ല, നിൻ്റെ അവിടെ നിർത്തിക്കോളും. അവരുടെ അനിയനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവൻ അതുപോലെ തന്നെ മണ്ടത്തരങ്ങളും തെറ്റുകളും ഗുണങ്ങളും ഒക്കെ അവനിലുണ്ടെങ്കിൽ പോലും അവനൊരു കൂടെ പുറപ്പുമാരിയ കണ്ട്. അവനെന്നല്ല, അതിന് ശേഷം വന്ന ഒത്തിരി പേര്, ഇപ്പോൾ 25-30 വർഷമായി ഒത്തിരി പേരുണ്ട്. എൻ്റെ ഓഫീസ് സ്റ്റാഫുകളെല്ലാം 25 വർഷം കംപ്ലീറ്റ് ചെയ്തൊരു 10-20 പേരെങ്കിലും ഉണ്ട്. അവരൊക്കെ തന്നെ, അവർക്കൊക്കെ ഞാനൊരു ജ്യേഷ്ഠനാണ്, അവരുടെ ജ്യേഷ്ഠനാണ്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം തുറവി, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ സഹകരിക്കുക. സ്ഥാപനം വളരുന്നതിനോടൊപ്പം അവരും വളരുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു. അവരെല്ലാം അത്യാവശ്യം നിലയിലൊക്കെ ആയി, എല്ലാവർക്കും കാറും വീടും സൗകര്യങ്ങളൊക്കെ ആയി. എല്ലാം ഞാൻ കൊടുത്തുനിന്ന് തന്നെ എല്ലാവരുടെ
അവരുടെ പ്രയത്നത്തിൽ നിന്ന് കിട്ടിയ ഫലം കൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു. തീർച്ചയായും. അപ്പോൾ അത് കൂടെ നിൽക്കുന്നവർ വളരുമ്പോഴാണ് സ്ഥാപനം വളരുന്നത്. തീർച്ചയായും. ഗൃഹോപകരണ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ്. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. എങ്ങനെയാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും നമ്പർ 1 ആയി പിടിച്ചു നിൽക്കുന്നത്? കോമ്പറ്റീഷൻ പണ്ടും ഉണ്ട് സത്യത്തിൽ. ഞാൻ വരുമ്പം എറണാകുളത്ത് ആദ്യത്തെ ബ്രാഞ്ച് തുടങ്ങും, അവിടെ 54ാമത്തെ ഷോപ്പായിട്ടാണ് ഞാൻ വരുന്നത്. പെരുമ്പാവൂർ വരുമ്പോൾ 11 ഷോപ്പ് ഞങ്ങൾക്ക് മുമ്പുണ്ട്. അന്ന് ടെക്നോളജി വരുന്നതുകൊണ്ട് എല്ലാവരും ഇത് പരീക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടി വരാം. പുതിയ ടി വി വന്നു, ഒരു ടി വി കട തുടങ്ങാം, ഒരു ഫ്രിഡ്ജ് വന്നു, മിക്സി. അപ്പോൾ ഇതൊരു പുതിയ ഗാഡ്ജറ്റ്സ് ആയതുകൊണ്ട് ഒത്തിരി പേര് ഇതിലേക്ക് ഇറങ്ങി. പലർക്കും അതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ ഇത് ഒരു ബിസിനസ് സ്ഥാപനം വളർത്തണമെങ്കിൽ നല്ല പെർസിസ്റ്റൻസ്, ഇത് നമ്മുടെ ക്ഷമ വേണം, വിട്ടുവീഴ്ച വേണം, അപ്സ് ആൻഡ് ഡൗൺസ് കവർ ചെയ്യാനുള്ള ബാക്കിംഗ് വേണം. അപ്പോൾ അത് പലരും കാണാതെ ചെയ്തുകൊണ്ടായിരിക്കണം ഒത്തിരി പേരും ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി. ഞാൻ തുടങ്ങുന്ന കാലത്തുള്ള ഇപ്പോൾ ആളുകളിൽ ഒരു ഏതാനും പേര് വിരലിലെണ്ണാവുന്ന ആളുകളെ പഴയ ടീം 30 വർഷത്തിന് മേലെ അല്ലെങ്കിൽ 35 വർഷത്തിന് മേലുള്ള ബിസിനസ്സുകാർ ഇന്ന് നിലവിലുള്ളൂ. അന്നും ഇപ്പോൾ കേരളത്തിൽ 1000-ന് മേലെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പുതിയ പുതിയ ആളുകൾ വന്നു, പുതിയ പുതിയ ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നും നമ്മൾ നമ്മുടേതായ ഒരു ക്വാളിറ്റി ഓഫ് സർവീസ്, പ്രോഡക്റ്റ് എല്ലാം സെയിമാണ്, മേജർ പ്രോഡക്റ്റ് എല്ലാം സെയിമാണ്. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാവുന്ന കസ്റ്റമറോടുള്ള സർവീസസ്. പ്രോഡക്റ്റ് മാത്രം സർവീസ് ചെയ്താൽ പോരാ, കസ്റ്റമറെ കൂടെ സർവീസ് ചെയ്യണം. അപ്പോൾ പല കസ്റ്റമറും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പ്രോഡക്റ്റിന് പ്രോബ്ലം പറയുക. അപ്പോൾ അവരുടെ പ്രോബ്ലം എന്താണെന്നറിഞ്ഞ് അവരുടെ ആവശ്യങ്ങളറിഞ്ഞ് അവർക്ക് വേണ്ട സേവനം നൽകാൻ ടീമിനെ തയ്യാറെടുക്കുക. അതാണ് നമ്മുടെ ജോലി. ആ ഒരു വ്യത്യസ്തത ഞങ്ങൾ പുലർത്തുന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഞങ്ങൾക്ക് ഈ ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും വളരാനും മുന്നോട്ട് നിൽക്കാനും കഴിയുന്നത്. ക്വാളിറ്റിയാണ് ജനങ്ങളിലേക്ക് വെക്കുന്ന ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്, പിട്ടാപ്പള്ളി ഏജൻസീസ് ഷോറൂം തുറക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞയൊക്കെ ഉണ്ട്. എന്താണ് ആ പ്രതിജ്ഞയുടെ ഉള്ളടക്കവും, എന്താണ് അതിൻ്റെ പിന്നിലെ കാരണവും? ഞങ്ങൾ എല്ലാ ഷോറൂം തുടങ്ങിയ കാലം മുതൽ ചെറിയൊരു പ്രാർത്ഥനയും ഒരു പ്രതിജ്ഞയും ചൊല്ലിയിട്ടാണ് എല്ലാ സ്റ്റാഫും. ഇന്നിപ്പോൾ 1600 സ്റ്റാഫുകളുണ്ട്. ഏതാണ്ട് അത്രയും പേരും രാവിലെ ഞങ്ങൾ ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കും. പ്രതിജ്ഞ വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ മാനേജ്മെൻറ്റും സ്റ്റാഫ് അംഗങ്ങളും ഒരുമിച്ച് ഈ സ്ഥാപനത്തിൻ്റെ സൽപ്പേരിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും സ്ഥാപനത്തിന് കളങ്കമുണ്ടാകുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങളുടെ സമയവും കഴിവും ഇതിനു വേണ്ടി പ്രയോഗിക്കുമെന്നും മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ we are working with the management and staff work together for the growth and goodwill of the organization. Each one of us will utilize our time, talent and opportunity for this purpose without any prejudice. ഇതാണ് പ്രതിജ്ഞയുടെ സബ്ജക്റ്റ്. ഉള്ളടക്കം എത്രയേ ഉള്ളൂ. മാനേജ്മെൻറ്റ് സ്റ്റാഫ് രണ്ടല്ല, നിങ്ങൾ പണിതോ ഞങ്ങളോ അങ്ങനെയില്ല. വി ആർ വർക്കിംഗ് ടുഗദർ. മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് വേറെ ആംഗിളായിരിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് സ്ഥാപനത്തിൻ്റെ സൽപ്പേരിന് അഭിവൃദ്ധിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു പ്രതിജ്ഞ എടുത്ത് തുടങ്ങുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കുടുംബ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ചേച്ചിയാണോ ഏതൊരു പുരുഷന്റെ പിന്നിലും ഒരു ബാക്ക് ബോൺ ആയിട്ട് ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. എന്താണ് പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ ഇതിന്റെ ഈ വിജയത്തിന് പിന്നിലും ചേച്ചിയാണോ? ചേച്ചി ബാക്ക് ബോണും ഫ്രണ്ട് ബോണും ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ ബിസിനസ്സിലല്ലാതെ ഉള്ളൂ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ ചേച്ചിക്ക് എല്ലാ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. ഞാനിവിടെ ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഫാദറും മദറും പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു വലിയ കുടുംബമാണ്, 8 സഹോദരങ്ങളും ഒക്കെ ഉള്ള കുടുംബമാണ്. ചേച്ചിയുടെ വീട്ടിൽ 8 പേര്. അപ്പോൾ ചേച്ചിക്ക് ഒരു കുടുംബം ഭരിക്കാനും കുടുംബം നോക്കാനും മറ്റുള്ളവരെ സൽക്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അന്ന് മുതലുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അപ്പനും അമ്മയും വയ്യാണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ റിസൈൻ ചെയ്ത് പോകുന്നത്. പിന്നെയും 10-30 വർഷം 2 പേരും 100 വയസ്സ് പൂർത്തിയാക്കിയിട്ടാണ് മരിച്ചത്. അതിന് ഫുൾ ക്രെഡിറ്റ് ചേച്ചിക്കാം. അപ്പോൾ അതെ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഹാരം വാങ്ങി ചെയ്യുക, അവർക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുക, പ്രാർത്ഥന നയിക്കുക. അപ്പോൾ ചേച്ചിയാണ് കുടുംബത്തിൻ്റെ. ബിസിനസ്സിൽ ചേച്ചി അത്രയധികം ഇൻവോൾവ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ബിസിനസ്സിനെ ശല്യപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ വന്നാലൊന്നും അപ്പോൾ ഞാനും ബിസിനസ് അവിടെ കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യില്ല. വീട്ടുകാരികൾ ഫാദർ മദറൊക്കെ മരിച്ചതിന് ശേഷമാണ് പിന്നെ പുള്ളിക്കാരത്തി കൃഷിയിലും അതും ഗാർഡനിങ് വെജിറ്റബിൾ ഇത് അതിനോടൊക്കെ താല്പര്യം. കുട്ടികളൊക്കെ വലുതാകുന്നത് വരെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നു. പിന്നെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഗസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ തിരക്കുണ്ടായിരുന്നു. പിള്ളേരൊക്കെ വലുതായി അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഗാർഡനിങ് ആയി. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ പിടിപ്പിച്ച് തുടങ്ങി. ഇപ്പൊ അതിലാണ് ഇൻട്രസ്റ്റ്. പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടോ? പച്ചക്കറി തോട്ടം ഇപ്പൊ മഴ വന്നപ്പം കുറച്ച് എല്ലാം ഞങ്ങള് ഇവിടുന്ന് തന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് എടുക്കുകയാണ്. എല്ലാ പച്ചക്കറിയും ഉണ്ട്, കോളിഫ്ലവറും ബ്രോക്കോളിയും ഉൾപ്പെടെ എല്ലാ സാധനവും, എല്ലാത്തരം ഫ്രൂട്ട്സും ഉണ്ട് അത്യാവശ്യം. ചേച്ചിയാണ് പച്ചക്കറി തോട്ടത്തിന്റെ ആള്. ചേച്ചിക്ക് 2 സഹായികളും ഉണ്ട്. സഹായിക്കാൻ ആളുണ്ട്. ചേച്ചി അത് ആസ്വദിക്കുന്നു. ഏത് ജോലിയും ആസ്വദിച്ച് ചെയ്യണം. അതില് ചേച്ചിയുടെ ജോലി വളരെ ആസ്വദിച്ച്. കുറച്ച് തയ്യല്
കുട്ടികളൊക്കെ വലുതാകുന്നവരെ ഞാൻ തന്നെ തയ്ച്ച് ഇടുന്ന ഉടുപ്പുകളായിരിക്കും. തയ്യലും ഉണ്ട്, എംബ്രോയിഡറി ഉണ്ട്. അപ്പൊ ചേച്ചി ഇങ്ങനെ ബിസിനസ്സിൽ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? എല്ലാ ദിവസത്തെയും വിശേഷങ്ങളെല്ലാം ഇവിടെ വൈകുന്നേരം വന്നിരുന്ന് ഞങ്ങൾ പറയാറുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അതൊക്കെ ഉണ്ട്. വേറെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇന്നത്തെ ഇത് ചെയ്തത് ശരിയായില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടോ? സെയിൽഡല്ല ചോദിക്കുക, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്റെ മുഖത്ത് എന്തെങ്കിലും ആട്ടം കണ്ടാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കും. എന്താ പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കും. പിന്നെ സ്പെഷ്യൽ ഫുഡ് വല്ലതും വേണോ എന്നൊക്കെ ചോദിക്കാം. ക്ഷീണിച്ചാണോ വരുന്നത് എന്നൊക്കെ. കുടുംബവും ബിസിനസ്സും എങ്ങനെയാണ് ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് കുടുംബത്തോടായിരുന്നു കൂടുതൽ ആഭിമുഖ്യം. ഞങ്ങൾ വന്ന് ആദ്യത്തെ ഒരു 10 കൊല്ലത്തോളം കാലം ഞാൻ ബിസിനസ് ഈ മധ്യ കേരളത്തിൽ ഒഴിച്ച്, ഐ മീൻസ് പെരുമ്പാവൂർ കോവലത്ത് ഒഴിച്ച് വേറെ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. 10 വർഷത്തിന് ശേഷമാണ് ഞാൻ എറണാകുളത്തേക്ക് വരെ ഷോപ്പ് തുടങ്ങുന്നത്. എൻ്റെ മൂത്ത മകൾ MBBS അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പതുക്കെ ബിസിനസ് വ്യാപിപ്പിക്കുന്നത്. അതുവരെ റീറ്റെയിലും ഡിസ്ട്രിബ്യൂഷനായിരുന്നു. എനിക്ക് ഒരു 500ഓളം പ്രോഡക്റ്റുകൾക്ക് എറണാകുളം, കോട്ടയം, ഇടുക്കി, മധ്യ കേരളത്തിലെ എല്ലാ കടകളിലും ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്. അപ്പോൾ അതിൻ്റെ ഓഫീസും ഇവിടെ തന്നെയായിരുന്നു, വെയർ ഹൗസും ഒക്കെ. അപ്പോൾ ഞങ്ങളിവിടെ പെരുമ്പാവൂർ വീട് വിതരണം എല്ലാം ഒക്കെ ആയിട്ട് ഇങ്ങനെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. അത് ഭാര്യയും മക്കളും മാത്രമല്ല, എൻ്റെ അപ്പനും അമ്മയും എപ്പോഴും എന്നും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് കൂടി ഒരു കൂട്ടുകുടുംബം മാതിരി സന്തോഷമായിട്ട് കുടുംബജീവിതം നയിച്ചിട്ടാണ് ഒരു ബിസിനസ് കുടുംബജീവിതത്തിന് ശേഷമാണ്. മക്കളുടെയൊക്കെ അടുത്ത് എല്ലാ ദിവസവും സ്കൂട്ടികളിവിടെ അങ്കമാലിലാണ് പഠിച്ച് അവർ വൈകിട്ട് വരും. അവരുടെ വിശേഷങ്ങളെല്ലാം കേൾക്കും. രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു സമാധാനമായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴും മാറ്റമില്ല. അപ്പോൾ കുട്ടികൾ പോയപ്പോൾ അതിൻ്റെതായ ഒരു ഐസൊലേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആരും ഇല്ലാണ്ടായിപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും തന്നെയായി. ഈ ഫുൾ ടൈം ഈ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്ത് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പരാതിയൊക്കെ പറയാറുണ്ടായിരുന്നോ? അങ്ങനെ പരാതിയായിട്ടൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഫുൾ ടൈം മാറി നിന്നിട്ടുമില്ല. എവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ പുറത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പരാതി പറയാൻ അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇങ്ങോട്ടും വലിയ അവസരം തന്നിട്ടില്ല. ഞാനും വലിയ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല. ബിസിനസ് ഒഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് അല്ലാത്ത ഹോബീസ് ഒക്കെ? എൻ്റെ ഹോബി ബിസിനസ് തന്നെയാണ്. ഇവിടെ വന്നാലും ഞാൻ ബിസിനസ് തന്നെയാണ് നോക്കുന്നത് ഫുൾ ടൈം. മിക്ക സമയത്തും സിസ്റ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാവുന്ന രീതിയിലാണ്. എല്ലാം കാണാം, ബിസിനസ് ചെയ്യാൻ, കണക്ട് ചെയ്യാം. അല്ല ഇത്രയും ബ്രാഞ്ചസും ഇത്രയും ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് കോളുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാലും എൻ്റെ മെയിൻ ഹോബി ബിസിനസ് തന്നെയാണ്. അത് പറയും. സിനിമ കാണാൻ ഞാൻ ഫുൾ ടൈം പോയിരുന്ന സിനിമ കാണാൻ എനിക്ക് ക്ഷമയില്ല. 3 ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് എനിക്കൊന്ന് വർഷങ്ങളായിട്ടുണ്ടാവും. സിനിമയിലോ OTVയിലോ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴൊക്കെ കാണുന്നുള്ളതല്ലാതെ ഒരു യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ തിയേറ്ററിൽ പോയി പുള്ളിക്കാരത്തി മക്കളോടാണ് ഈ പോയിക്കോളും. സിനിമ ഫുള്ള് കണ്ടതായിട്ട് അടുത്ത കാലത്ത് അവസാനം കണ്ടൊരു സിനിമ സിനിമ പലതും കണ്ടു. എമ്പുരാനും ഇതൊക്കെ കണ്ടു. OTTയിലും പലപ്പോഴായിട്ടൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞാൻ ഓർക്കുന്നില്ല. കുറെ വർഷങ്ങളായിട്ട് പിള്ളേരുടെ കൂടെയും എനിക്കും അങ്ങനെ എന്തെങ്കിലും തരാം, ഒരു സമ്മാനം തരാം, ഒരു ഫുൾ സിനിമ ഇരുന്ന് കാണുവാണെങ്കിൽ ഞങ്ങൾ ഗിഫ്റ്റ് തരാൻ പറഞ്ഞു. എനിക്ക് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ക്ഷമ കൾച്ചറിലേക്ക് വന്നു. പണ്ട് ഞങ്ങൾ അരാംകൊലായിരിക്കും ഒത്തിരി സിനിമ. അവിടെ ഞങ്ങൾക്ക് ഇഷ്ടം ഒരു സ്പെയർ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാസറ്റൊക്കെ എടുത്തുകൊണ്ടിട്ട് സിനിമകൾ കാണുന്നു. ഒരു ദിവസം 3-4 സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. വീക്കെൻഡുകളിലൊക്കെ വരുമ്പോഴേക്കും പല സിനിമകളിൽ കൂട്ടുകാരൊക്കെ ഒത്തിരി സിനിമകൾ, അത് ഒരുമാതിരിപ്പെട്ട സിനിമകളൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ട് തീർത്തു എന്നാണ് പറയാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ലൈഫ് ബിസിനസ് എൻജോയ് ചെയ്യാൻ തുടങ്ങി, കുടുംബവും ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങി. എല്ലാം ഞാൻ ഒരു കാഷ്വൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിസിനസ്സുകാരനായില്ലായിരുന്നെങ്കിൽ ആരായനെ? അല്ലെങ്കിൽ ഞാൻ ജോലിക്കാരനായിട്ട് തീർച്ചയായിട്ടും റിട്ടയർ ചെയ്ത് ഞാൻ കൃഷിക്കാരനായിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പണി കൃഷി തന്നെയാണ്. അത് ഞങ്ങൾ വരുമ്പോൾ അതാ ആദ്യം പറഞ്ഞിരുന്നത്. തിരിച്ചു വന്നപ്പോൾ ചെറിയൊരു കടയൊക്കെ ഇട്ടിട്ട് ബാക്കി ഇവിടെ കൃഷി, പച്ചക്കറി കൃഷിയിൽ ഇയാളുടെ കൂടെ കൂടാം എന്നൊക്കെയുള്ള രീതിയിൽ എനിക്കത് ഇഷ്ടമായിരുന്നു. പച്ചക്കറി, ഫ്രൂട്ട്സ് കൃഷിയൊക്കെ. ഇവിടെ ഞങ്ങൾക്ക് അടുത്ത് കുറച്ച് തോട്ടമുണ്ട്, അടിമാലിൽ കുറച്ച് തോട്ടമുണ്ട്. അവിടെ ഏലോ മൾട്ടി ക്രോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. കൃഷിക്കൊക്കെ ഇറങ്ങി സഹായിക്കാറുണ്ട് ചെറിയ രീതിയിൽ. വിളവെടുക്കാനും കാണാനും വരാറുണ്ട്. ചേച്ചിയുടെ ഹോബി ഈ കൃഷി തന്നെയാണല്ലേ? കൃഷി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അല്ല. നമുക്ക് കുക്കിംഗ്, എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടാക്കി. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതാണ്? ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പ്രത്യേകം അങ്ങനെ മധുരത്തോട് വലിയ ഇതില്ല, അല്ലാത്തതൊക്കെ. മക്കൾക്ക് ബിസിനസ്സിനോടുള്ള ഒരു താല്പര്യവും അവരെങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിലേക്കുള്ള അവരുടെ ഒരു വരവൊക്കെ എങ്ങനെയാണ്? മക്കളെനിക്ക് ഞങ്ങൾക്ക് 4 കുട്ടികളാണ്. 4 പേരും ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷമാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. ഇവിടെ അടുത്ത അങ്കമാലി വിശ്വജ്യോതി എന്ന് പറഞ്ഞ സ്കൂളിൽ വിട്ടാൽ പഠിപ്പിച്ചു. ഇവിടെ നിന്ന് കൊണ്ടുപോയി വിടും, തിരിച്ചു കൊണ്ടുപോയി, അങ്ങനെയായിരുന്നു ഇത്തരത്തിൽ.
ഓരോരുത്തരും മൂത്തയാൾ പഠിച്ച് MBBS അഡ്മിഷൻ മേടിച്ചപ്പോൾ ബാക്കി എല്ലാവർക്കൊക്കെ മെഡിസിനോട് താല്പര്യം കൂടി. അപ്പോൾ അതിൽ 3 മക്കളും ഡോക്ടർമാരാണ്. അവരുടെ ഭാര്യമാരും അവരുടെ സ്പോസസും ഇപ്പോൾ 2 ആണും 2 പെണ്ണുമാണ്. അപ്പോൾ 4 പേരിൽ 3 പേരും ഡോക്ടർമാരാണ്. അവരെ കല്യാണം കഴിച്ചിരിക്കുന്ന ഡോക്ടർമാർ. 6 പേര് ഡോക്ടർമാരാണ്. അവർക്ക് ബിസിനസ്സിനോട് താല്പര്യമൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ഞങ്ങൾ ചെറുപ്പത്തിലെ പറയുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓണത്തിനൊക്കെ ശരിക്കും കുട്ടികളായ സമയത്ത് എന്തും കാര്യങ്ങളായിരിക്കും പരസ്യം തയ്യാറാക്കാൻ എല്ലാവരും കൂടും. ക്യാഷ് എത്രയെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും അവർ ഡോക്ടർമാരായി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രൊഫഷനിലേക്ക് പോയി കൂട്ടും. ഒരു നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഭാര്യമാർ. ഒരു മകളും മരുമോനും അവർ എഞ്ചിനീയേഴ്സാണ്. അവൾ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് രക്തം കാണുമ്പോൾ പേടിയാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ. രണ്ടാമത്തെ മകള് എഞ്ചിനീയറിങ്ങിനാണ് പോയി. അവൾ എഞ്ചിനീയറിംഗ്, അവൾ LNTയിൽ വർക്ക് ചെയ്യായിരുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്. അവളുടെ ഹസ്ബൻഡും എഞ്ചിനീയറാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ബിസിനസ് വളർന്നപ്പോൾ അപ്പച്ചന് സഹായം കൊണ്ട് അവർ രണ്ടുപേരും ജോലി രാജിവെച്ച് ഇപ്പം എൻ്റെ കൂടെ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് നല്ല താല്പര്യമാണ്. അവർക്ക് ബിസിനസ് നല്ല താല്പര്യമാണ്. ബിസിനസ്സിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുന്നു. ഐഡിയാസ് ഒക്കെ മാർക്കറ്റിംഗ് ആണ് മകൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾ മാർക്കറ്റിങ്ങിൻ്റെ ഓരോ ഐഡിയാസ് ഒക്കെ അവൾ തന്നെ ഉണ്ടാവും. തീർച്ചയായും. ഇപ്പൊ ഓണമൊക്കെ വരികയാണ്. എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങൾ? എങ്ങനെയാണ് ഓണാഘോഷം പരിപാടിയൊക്കെ? ഓണം ഞങ്ങൾ എല്ലാ വർഷവും കൂട്ടുകുടുംബന്മാർ, ഞങ്ങളുടെ പ്രദേശത്തൊക്കെ അടുത്തെടുത്താം. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കൂട്ടുകുടുംബന്മാരെ ആഘോഷിക്കാറുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വന്ന് കൊച്ചുമക്കളുണ്ട്. സഹോദരങ്ങൾ 8 പേര്. അവരുടെ ഭാര്യ ഭർത്താവ്, കൂട്ടുകുടുംബത്തിന് ഓണാഘോഷം ഞങ്ങൾ ഇവിടെ നടത്താറുണ്ട്. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഇതിനെല്ലാവരും കൂടാറുണ്ട്. അത് ഓണത്തിന് ഇവിടെ പൂക്കളോടുള്ള മത്സരം, ഒരു സാധാരണ കുടുംബത്തിനുള്ള എല്ലാ മസാലയും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ചേട്ടൻ പാട്ട് പാടുവോ? ഞാൻ പാട്ട് പാടുമായിരുന്നു. ഇപ്പം എന്നാലും നമുക്കൊന്ന് ഒരെണ്ണം നോക്കിയാലോ? നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. കല്യാണം കഴിക്കുന്ന സമയത്ത് പാട്ടൊക്കെ കാസറ്റൊക്കെ എഴുതാതെ കാണിച്ചിട്ടുണ്ട്. കോളേജിലും സ്കൂളിലൊക്കെ പാട്ട്. അവിടെ ഡബിൾ ഗ്രാജുവേറ്റ് ആണ്, BSc BEd കഴിച്ച ആളാണ്. എന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കെട്ടിയതുകൊണ്ട് ടീച്ചറാ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഹെഡ് മാസ്റ്റർ ആയതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അല്ല, ഹെഡ് മിസ്ട്രസ് ഒക്കെ ആവേണ്ടതായിരുന്നു. ഓരോ ഹെഡ് മിസ്ട്രസ്മാർ HM പറയുന്നത്. ഞാൻ എന്നെയാണ് ജോലിക്ക് കിട്ടി. കൂടുതലുള്ളവരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ അവരൊക്കെ ജോലിക്കാരായി. ജോലിയേക്കാൾ കൂടുതൽ നിരാശയൊന്നുമില്ല. ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ തന്നെ ഏറ്റവും നല്ലത്. നമ്മളിവിടെ ഹാപ്പിയാണ്. അതെ അതെ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും പിട്ടാപ്പള്ളി ഏജൻസീസ് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. ഒരുപാട് വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡായി മാറട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു.